ശ്യാം, ഞങ്ങളുടെ പോയി വരണം. വാട്ട്? ഞാൻ എവിടെയാ? എന്റെ പേരെങ്ങനെ അറിയാം? നിങ്ങളൊക്കെ ആരാ? ഹേ, എന്താ ഇത്? നിങ്ങളൊക്കെ ആരാ? എന്നെ വിടാൻ വിടാൻ! നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ശ്യാം ഇപ്പോൾ ഞങ്ങളുടേതായി കഴിഞ്ഞു. ഞങ്ങളെ തോൽപ്പിക്കാനുള്ള ശക്തി നിനക്കിനിയില്ല. അറിയാം, പക്ഷെ നിങ്ങളോട് പോകാൻ ശ്യാമിനെ ഞാൻ അനുവദിക്കില്ല. ശ്യാം, come with me. നിങ്ങൾ ആരാ? അതൊന്നും പറയാനിപ്പോൾ സമയമില്ല. പ്ലീസ് എൻ്റെ കൂടെ വാ. ഇല്ല, ഇവിടെ എന്താ സംഭവിക്കുന്ന അറിയാൻ ഞാൻ വരില്ല. ശ്യാം, ശ്യാം, ഷിറ്റ്.
അമ്മേ 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 ഇവിടെ ആരും ഇല്ല ശ്യാം. താനാരാ? എൻ്റെ വീട്ടിലെങ്ങനെ വന്നു? ഇത് തൻ്റെ വീടല്ല. ഇവിടെ തന്നെ വീടാണോ? എനിക്ക് എൻ്റെ വീടറിയാം. ഞാൻ ഇപ്പോൾ പോലീസിനെ വിളിക്കും. പോലീസ്? ഞങ്ങൾ 4 പേരല്ലാതെ മറ്റൊരു മനുഷ്യജീവിയെ താൻ ഈ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്? അല്ലെങ്കിൽ തന്നെ തനിക്ക് എന്നെ സ്വയം നേരിട്ടു. പോലീസിനെയൊക്കെ എന്തിനാണ് വിളിക്കുന്നത്? എന്താ പേടിയാണ്? എനിക്കെന്താ പറ്റിയത്? തനിക്കിവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് താൻ ജീവിക്കുന്ന ലോകമല്ല. താനെങ്ങനെ ഇവിടെ? പറയാം. സാധാരണഗതിയിൽ ഇത് തന്നോട് പറയാൻ പറ്റില്ല. പറഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ സ്റ്റെബിലിറ്റി തന്നെ നഷ്ടപ്പെടും. പക്ഷെ തൻ്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കില്ല എന്ന് തോന്നുന്നു. തൻ്റെ മനസ്സ് മറ്റുള്ളവരെക്കാൾ ശക്തമാണെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വെച്ച് താൻ തൻ്റെ സ്വന്തം ശരീരം കാണില്ല. അതെങ്ങനെ തനിക്കറിയാം? താൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്ലീസ്, എനിക്ക് എന്താ സംഭവിക്കുന്നേ? ദയവ് ഇത് പറ. താനോട്ടിരിക്കും, ഞാനെല്ലാം പറയാം. അവനെവിടെ കാണുന്നില്ലല്ലോ. സമയം പൊക്കോണ്ടിരിക്കുകയാണ്. അവനുമായി കണക്ട് ചെയ്യാൻ പറ്റില്ലേ? ശ്രമിക്കാം, പക്ഷേ അവനുമായിട്ട് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. റൈറ്റ്. കഴിഞ്ഞ ആഴ്ച തനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഒരു ട്രക്ക് തൻ്റെ ബൈക്കിലിടിച്ചു. തനിക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. ആ ആക്സിഡൻറ്റിന് ശേഷം താൻ സിറ്റി ഹോസ്പിറ്റലിൽ ICUവിൽ. കുറച്ചുകൂടി ക്ലിയറായി പറഞ്ഞാൽ യു ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് കോമ. വാട്ട്? അതെ, തൻ്റെ ശരീരം മാത്രമേ ഇപ്പോൾ യഥാർത്ഥ ലോകത്തുള്ളൂ. അപ്പൊ പിന്നെ ഇതിൻ്റെ ആത്മാവാണോ? കോൺഷ്യസ് മൈൻഡ്. ഇത് തൻ്റെ ബോധ മനസ്സാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൻ്റെ മനസ്സിൻ്റെ ഏതോ ഒരു തലത്തിലും. വി ആർ ഇൻസൈഡ് യുവർ മൈൻഡ്. എന്താ മനസ്സിലോ? തനിക്കെന്താ പ്രാന്താണോ? വിശ്വസിച്ച പറ്റൂ ശ്യാം. നമ്മളിപ്പോൾ തനിക്ക് പരിചയമുള്ള ആ സാധാരണ ലോകത്തല്ല. ഇല്ല, ഇത് ഞാൻ വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? താൻ സ്വപ്നം കാണാറില്ല. അതിൽ താൻ ചെയ്യുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നടക്കാറുണ്ട്. എന്നാലും അത് സംഭവിക്കാറില്ല. പക്ഷേ ഇറ്റ്സ് നോട്ട് റിയൽ. ഒരു സ്വപ്നം യഥാർത്ഥമല്ല എന്ന് തോന്നുന്നത് താൻ അതിൽ നിന്ന് ഉണരുമ്പോഴാണ്. താൻ ഉണരുന്നത് വരെ ആ സ്വപ്നത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം റിയൽ ആയി ഫീൽ ചെയ്യും. ശരിയല്ലേ? പക്ഷെ ഉറക്കത്തിൽ പോലും തൻ്റെ ബോധ മനസ്സിന് പുറംലോകമായ ഒരു കണക്ഷനുണ്ട്. അതുകൊണ്ടാണ് താൻ സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നത്. പക്ഷേ ഇപ്പോൾ താൻ കോമയിലായതുകൊണ്ട് തൻ്റെ ബോധ മനസ്സിന് ആ ലോകവുമായി കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ദാറ്റ്സ് വൈ യു ആർ ട്രാപ്ഡ് ഇൻ യുവർ ഓൺ മൈൻഡ്. യു മീൻ ഇതൊരു തരം സ്വപ്നമാണെന്നാണോ? വേണമെങ്കിൽ അങ്ങനെ പറയാം. പക്ഷേ ഇവിടെ തനിക്ക്, അതായത് തൻ്റെ ബോധ മനസ്സിന് എന്ത് സംഭവിക്കുന്നു അതുതന്നെ തനിക്ക് ശരിക്കും സംഭവിക്കും. പിന്നെ ഒരിക്കലും തനിക്ക് തൻ്റെ ലോകത്തേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. സോ ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് മോർ ദാൻ ജസ്റ്റ് എ ഡ്രീം. ഇതൊക്കെ തനിക്ക് എങ്ങനെ അറിയാം? താനെന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നേ? അതുപോലെ അവരൊക്കെ ആരാ? എന്തു പറ്റി? എന്താ എന്തു പറ്റി? Oh no. എന്താ എന്താ സംഭവിക്കുന്നത്? They're trying to connect with you. ആര്?
What the fuck is happening here? ഒരു വ്യക്തി കോമയിൽ അകപ്പെടുമ്പോൾ അയാളൊരു നീണ്ട കണ്ടിന്യൂസ് ആയ സ്വപ്നത്തിൽ അകപ്പെടും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾക്ക് പെട്ടെന്ന് സാധിക്കില്ല. കോമ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ജീവിതത്തിൽ നേരിടുന്ന ഒരു പ്രശ്നം പോലെയാണ്. മനസ്സിലായില്ല. ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അയാൾക്ക് വേണമെങ്കിൽ ആ പ്രശ്നത്തോട് പോരാടി ജയിക്കാം, അല്ലെങ്കിൽ തോറ്റു പിന്മാറാം. ഒരാളുടെ ഉപബോധ മനസ്സിൽ, അതായത് സബ് കോൺഷ്യസ് മൈൻഡിൽ പല തലങ്ങളുണ്ട്. ചില ലെവൽസ് നമ്മളോട് പറയും ആ പ്രശ്നത്തെ ഫേസ് ചെയ്യാൻ, ചിലത് പറയും മറ്റു വഴി കണ്ടെത്താൻ, ചിലതോ തോറ്റു പിന്മാറാൻ. നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഈ തലങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു തലം തിരഞ്ഞെടുത്ത് അതിനനുസൃതമായി യഥാർത്ഥ ലോകത്തിൽ പ്രവർത്തിക്കും. അതുപോലെ ഒരു വലിയ ആക്സിഡൻറ്റ് സംഭവിച്ചാൽ നേരത്തെ പറഞ്ഞ ഉപബോധ മനസ്സിൻ്റെ ചില തലങ്ങൾ പറയും അതിനെ അതിജീവിക്കാൻ, ചിലത് പറയും അത് സഹിക്കാൻ നിൽക്കാതെ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ. ഇതിലേത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് ബോധ മനസ്സാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ കോമ there is no conscious mind, and that's where the problem starts. കോമയിലായ ഒരാൾക്ക് ബോധമനസ്സില്ല. അതുകൊണ്ട് തന്നെ സ്വയം തീരുമാനങ്ങൾ എടുക്കാനോ ഉപബോധ മനസ്സിൻ്റെ വിവിധ തലങ്ങളിൽ നിന്ന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനോ ബോധമനസ്സിന് കഴിയില്ല. അപ്പോൾ ഉപബോധ മനസ്സ് തന്നെ സ്വയം തീരുമാനമെടുക്കാൻ ശ്രമിക്കും. പക്ഷേ പല തലങ്ങളുള്ളതുകൊണ്ട് അവ തമ്മിൽ വലിയൊരു കോൺഫ്ലിക്റ്റ് തന്നെ നടക്കും. അതാണ് തൻ്റെ കാര്യത്തിൽ പറ്റിയത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൻ്റെ മനസ്സിൻ്റെ ഏതോ ഒരു തലത്തിലാണ്. താൻ അബോധാവസ്ഥയിലായതിനാൽ തൻ്റെ ഉപബോധ മനസ്സിന് മാത്രമേ ഇവിടെ ശക്തിയുള്ളൂ. ബോധ മനസ്സിന് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് തനിക്ക് ആരെയും ഒന്ന് പിടിച്ച് തള്ളാൻ പോലും കഴിയാത്തത്. ഞാൻ അബോധാവസ്ഥയിലാണെങ്കിൽ എനിക്ക് എങ്ങനെ നിൽക്കാൻ കഴിയുന്നു? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. താൻ ഉറക്കത്തിലാണെങ്കിലും തൻ്റെ സ്വപ്നത്തിൽ എന്ത് വേണമെങ്കിലും തനിക്ക് ചെയ്യാം. ഇറ്റ്സ് മോർ ലൈക്ക് എ പ്രൊജക്ഷൻ. ഇവിടെ താൻ തൻ്റെ ബോധ മനസ്സിൻ്റെ പ്രൊജക്ഷനാണ്. പക്ഷേ നിങ്ങളാരെന്ന് പറഞ്ഞില്ലല്ലോ. താൻ ഈ കോമയിൽ നിന്ന് ഉണർന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് തൻ്റെ മനസ്സിൻ്റെ ഒരു തലം, ആ തലത്തിൻ്റെ പ്രൊജക്ഷനാണ് ഞാൻ. അപ്പോൾ അവര് ഞാൻ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ? അതെ, തൻ്റെ മനസ്സിൻ്റെ തന്നെ മറ്റൊരു ലെവൽ. തന്നോട് മരിക്കാൻ പറയുന്ന തലത്തിൻ്റെ പ്രൊജക്ഷൻ. ഞാനും അവരും എല്ലാം താൻ തന്നെയാണ്. തൻ്റെ തന്നെ പല പേഴ്സണാലിറ്റീസ്, പല ഐഡൻറ്റിറ്റീസ്. പക്ഷെ അവർ 3 പേരും താൻ ഒരാളും. അതെന്താ അങ്ങനെ? നടന്ന ആക്സിഡൻറ്റിൽ തനിക്ക് സാരമായ പരിക്കുകൾ പറ്റിയിട്ടുണ്ടാവും. പുറലോകത്തു നിന്ന് നോക്കുമ്പോൾ തനിക്ക് ജീവിക്കാനുള്ളതിനേക്കാൾ 3 മടങ്ങ് ചാൻസ് കൂടുതലാണ് മരിക്കാൻ. അതുകൊണ്ടാണ് അവർ 3 പേരും ഞാൻ ഒരാളും. അപ്പോൾ ഇനി എന്താ ചെയ്യുക? കാത്തിരിക്കുക. താൻ എത്ര സമയം എന്നോടൊപ്പം നിൽക്കുന്നു, തൻ്റെ ബോധ മനസ്സ് ജീവൻ തിരഞ്ഞെടുക്കുന്ന പോലെയാണ്. അപ്പം മരണം ആഗ്രഹിക്കുന്ന തൻ്റെ മനസ്സിൻ്റെ ഭാഗത്ത് ശക്തി ക്ഷയിക്കും. മീൻസ് അവരോരോരുത്തരെയും നശിച്ചുകൊണ്ടിരിക്കും. എന്നുവെച്ചാൽ എന്നെ സമയത്ത് കണ്ടുപിടിച്ചില്ലെങ്കിൽ ആ 3 പേര് മരിക്കുന്നതാണോ ഉദ്ദേശിച്ചത്? എക്സാക്ട്ലി. പക്ഷെ എല്ലാവരും മരിക്കില്ല. ഒരാൾ അപ്പോഴും അവശേഷിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ തനിക്ക് ജീവിക്കാനും മരിക്കാനുള്ള ചാൻസ് തുല്യമാവും. ആ അവസാനത്തെ ആളെ എനിക്ക് നേരിട്ടേ പറ്റൂ. അയാളെ നശിപ്പിച്ചാൽ മാത്രമേ തനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനാവൂ. ബാക്കി 2 പേരും സ്വയം ഇല്ലാതാവുന്നതിന് വരെ നമുക്ക് കാത്തിരിക്കണം. അതിന് എത്ര സമയമെടുക്കും? അറിയില്ല. ദിവസങ്ങൾ, ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടിവരും. അത് തൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥയും തൻ്റെ മെൻ്റൽ പവറിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. ചിലർ വർഷങ്ങളോളം കോമയിൽ കിടക്കാറില്ലേ? മരണത്തിൻ്റെ ശക്തി നശിക്കാൻ പലരിലും പല സമയമാണ് എടുക്കുന്നത്. എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് ജീവിക്കണം, പ്ലീസ്. എങ്കിൽ തന്നെ എൻ്റെ കൂടെ നിൽക്കുക. ബാക്കി ഞാൻ നോക്കിക്കോളാം. എന്തു പറ്റി? നമ്മൾ വിചാരിച്ചില്ല, പെട്ടെന്ന്. അറിയാം, അവനെ എത്ര വേഗം കണ്ടുപിടിച്ചേ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് അവനുമായി ഒന്നുകൂടെ കണക്ട് ചെയ്യാൻ നോക്കിയാലോ? ചെയ്യാം.
പക്ഷേ നമുക്കവന് ഒരുമിച്ച് നേരിടേണ്ടി വരും. കിട്ടി. പക്ഷേ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിന് കുഴപ്പമില്ല. നമ്മളെങ്ങനെ ഇവിടെ എത്തി? എന്താ അവസാനം ഞാൻ ഓർക്കുന്നത് നമ്മൾ എൻ്റെ വീട്ടിലായിരുന്നു. അവിടെ നമ്മൾ ഇവിടെ എങ്ങനെ എത്തി? അതെൻ്റെ യഥാർത്ഥ വീടല്ല എന്നതുകൊണ്ട് തന്നെ. സ്വപ്നം കാണുമ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങൾ നിമിഷം കൊണ്ട് മാറുന്നത് അറിയില്ലേ? അതുപോലെ തന്നെ ഇവിടെ സ്വപ്നത്തിൽ ബ്രേക്സ് ഉണ്ടാവും. യഥാർത്ഥ ജീവിതം പോലെ കണ്ടിന്യൂസ് ആയിരിക്കില്ല ഇവിടുത്തെ ജീവിതം. മനസ്സിൽ ഒരു സ്ഥലത്ത് തന്നെ അധിക സമയം നിൽക്കാൻ പറ്റില്ല. ഓ, തൻ്റെ മനസ്സൊരു പ്ലാറ്റ്ഫോം പോലെയാണ്. നമുക്ക് എന്തോ അതിലേക്ക് ആവശ്യിപ്പിക്കാം. താനീ കാണുന്നതൊക്കെ വെറും പ്രൊജക്ഷൻ മാത്രമല്ലേ? ഇത് എപ്പോൾ എങ്ങനെ വേണമെങ്കിലും മാറാം. അപ്പോൾ ഇതിൻ്റെ ഇഷ്ടത്തെ മാറ്റാൻ പറ്റില്ലേ? മേ ബി. തൻ്റെ മനസ്സല്ലേ, തനിക്ക് മാറ്റാൻ പറ്റുമായിരിക്കും. പക്ഷേ അതിനൊക്കെ നമ്മൾ ചിന്തിക്കാത്തത്ര ശക്തി വേണ്ടിവരും. കോമയിൽ കിടക്കുന്ന ഒരാൾക്ക് അത്ര ശക്തി കാണില്ല. പക്ഷേ താൻ പറഞ്ഞല്ലോ എൻ്റെ മനസ്സ് അസാധാരണമായ കഴിവുണ്ടെന്ന്. അതുകൊണ്ടാണല്ലോ എനിക്കെൻ്റെ സ്വന്തം ശരീരം ഹോസ്പിറ്റലിൽ വെച്ച് കാണാൻ കഴിഞ്ഞത്. ആയിരിക്കും. താൻ ഇതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കാതിരിക്കുന്നത് നല്ലത്. ദിസ് പ്ലേസ് ഇസ് ടു ഡെലിക്കേറ്റ് ടു ഡു എക്സ്പെരിമെൻറ്റ്സ്. ശ്യാം, come on. ഇനി നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നീ നശിക്കാൻ കുറച്ച് നിമിഷങ്ങൾ മാത്രം. അറിയൊക്കെ താൻ എങ്ങനെ ചെയ്തു? തനിക്ക് എങ്ങനെ അവരെ തള്ളി മാറ്റാൻ പറ്റി? എനിക്കറിയില്ല. ഇവിടുന്ന് ഒരാൾ പോലും ജീവനോടെ പോകാൻ പാടില്ല. എല്ലാവരും നശിക്കണം, നശിപ്പിക്കണം. തനിക്ക് മരിക്കാൻ എത്ര? എന്താ? എൻ്റെ അറിവിൽ തനിക്ക് ജീവിതത്തിൽ യാതൊരു കഷ്ടപ്പാടുമില്ല. എന്നിട്ടും നീ അവൻ്റെ കൂടെ. ഇയാളിപ്പോൾ എന്താ പറഞ്ഞത്?
ഇയാളെപ്പോ എന്താ പറഞ്ഞെന്ന്? ജീവിതത്തിലാണെങ്കിലും മനസ്സിനകത്താണെങ്കിലും ബോധ മനസ്സിനെ കളിപ്പിക്കാൻ എളുപ്പമാണ് ശ്യാം. നീ വെറും പാവയാശാം. തുടക്കം മുതലേ ആയിരുന്നു. ഞാൻ പറഞ്ഞതൊക്കെ നീ ഒരു കൊച്ചുകുട്ടിയെ പോലെ അനുസരിച്ചു. നീ എന്നും എൻ്റെ ഉപബോധ മനസ്സിൻ്റെ വെറും ഒരു പാവ മാത്രമായിരുന്നു. തനിക്ക് എന്താ പറ്റിയേ? എന്താ ഇതൊക്കെ? ഞാൻ നിന്നോട് പറഞ്ഞതൊക്കെ സത്യമായിരുന്നു. ഒരു കാര്യം ഒഴിച്ച്, നീ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉപബോധ മനസ്സിൻ്റെ പ്രൊജക്ഷൻ അവരല്ല, ഞാനാ. വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിന്റെ ശക്തിയേക്കാൾ വലുതാണടാ ഉപബോധ മനസ്സിൻ്റെ ശക്തി. പക്ഷെ എൻ്റെ മനസ്സ് എന്നോട് തന്നെ എങ്ങനെ കള്ളം പറയും? എന്തുകൊണ്ടില്ല? എത്ര തവണ നീ നിന്റെ മനസാക്ഷിയോട് കള്ളം പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ എതിര് സംഭവിച്ചെന്ന് വിചാരിച്ചാൽ മതി. നിന്നോട് കള്ളം പറയുന്നത് വഴി എനിക്ക് വിജയത്തിലേക്ക് എത്താമെങ്കിൽ അത് തന്നെ ഞാൻ ചെയ്യും. ഇറ്റ്സ് ഹാപ്പനിങ്. അബോധമായിട്ടാണെങ്കിലും നീ മരണത്തെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു. You're dead, Shyam. You're dead! No. I'm sorry, Shyam. എനിക്കെൻ്റെ ലക്ഷ്യം നേടണമായിരുന്നു. മരണം നിനക്കൊരു ഓപ്ഷനേ അല്ലായിരുന്നു. നിന്നെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. മരിക്കുന്നതിനേക്കാൾ 3 മടങ്ങ് ചാൻസ് കൂടുതലായിരുന്നു നിനക്ക് ജീവിക്കാൻ. എനിക്കവരെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് കള്ളം പറയേണ്ടി വന്നത്. അത് വെച്ച് ഞാൻ നിന്നെ എൻ്റെ കൂടെ നിർത്തി. ഞാൻ ജയിച്ചു ശ്യാം, ഞാൻ ജയിച്ചു. ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ. നിന്റെ മരണം അതുടനെ സംഭവിക്കും. നിന്നെ നശിച്ച ലോകത്ത് ജീവിക്കുന്നതിനേക്കാളും ഭേദം മരണമാണ്. അത് തീരുമാനിക്കേണ്ട നീയല്ല, ഞാനാ. നീ ഇടയ്ക്ക് പറയാറില്ലേ എൻ്റെ മനസ്സ് ശക്തി കൊള്ളാന്ന്? ആ ശക്തിയൊക്കെ ഉപയോഗിക്കാൻ പോകുന്നു. എന്താ എന്താ നീ ചെയ്യുന്നത്? ഇതെൻ്റെ മനസ്സാണെങ്കിൽ ഇവിടെ ഞാൻ തീരുമാനിക്കും. ഞാൻ തിരഞ്ഞെടുക്കുക ജീവിതത്തെ. ഐ വാണ്ട് ടു ലീവ്. നീ നശിക്കണം. ഐ ഹാവ് മെന്റ് ഇറ്റ്. എവറിത്തിങ് ഈസ് പോസിബിൾ. നീ പറഞ്ഞത് ശരിയാണ്. ശ്യാമിൻ്റെ മനസ്സിൽ വരമൊരു കഴിവുണ്ട്. അബോധാവസ്ഥയിലാണെങ്കിൽ പോലും മാനസിക തലങ്ങളെ നിയന്ത്രിക്കാൻ അവന് കഴിവുണ്ട്. പക്ഷെ തീരുമാനം എടുത്തുകൊണ്ട് മാത്രം ശരിയായില്ലല്ലോ. ഇവിടെ ഉപബോധ മനസ്സാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. മരണം ജയിക്കണം. ആരാ ജയിക്കണമെന്ന് നമുക്ക് നോക്കാം.
Sham, you are okay? യു ആർ സേഫ് നോ ശ്യാം. അവൻ നശിച്ചതോടെ മരിക്കണമെന്ന് തൻ്റെ സബ് കോൺഷ്യസ് ഇനി പറയില്ല. ഇനി കുറച്ച് സമയത്തിനുണ്ട് തനിക്ക് തൻ്റെ ലോകത്തിലേക്ക് തിരിച്ചു പോകും. ഞാൻ ജീവിക്കുമെന്നോ? തൻ്റെ ബോധമനസ്സിൻ്റെ ജീവിതത്തെ തിരഞ്ഞെടുത്തില്ലേ, ഇനിയിപ്പോൾ തനിക്ക് സ്വൈര്യമായി ജീവിക്കും. പിന്നെ ഇവിടെ നടന്നൊന്നും തനിക്ക് ഓർമ്മ കാണില്ല. ഇറ്റ് വിൽ ബി ലൈക്ക് നത്തിങ് ഹാപ്പൻ. താങ്ക് യു എന്നെ രക്ഷിച്ചതിന്. അവനെ ചതിച്ചില്ലായിരുന്നെങ്കിൽ തനിക്ക് കുറച്ചുകൂടെ നേരത്തെ രക്ഷപ്പെടാമായിരുന്നു. അതങ്ങനെയാണ് ശ്യാം. സ്വന്തം മനസ്സ് പോലും നമ്മളോട് കള്ളം പറയാൻ ശ്രമിക്കും. ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് നമ്മളാണ്.